നമസ്കാരം, ഞാൻ രാഹുലാണ്. ഓക്കെ, നല്ലൊരു പ്രോപ്പർട്ടി ആയിരുന്നു വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പ്രോപ്പർട്ടി, മനോഹരമായ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇതാ ഈ കടന്ന് വരുന്ന ഒരു പഞ്ചായത്ത് റോഡാണ്. കുറച്ച് ഭാഗം കല്ല് പതിച്ചിട്ടുണ്ട്. എങ്കിലും ടാർ റോഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ, അതായത് ബസ് റൂട്ടിൽ നിന്ന് 1 കിലോമീറ്ററാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടികളുടെ ദൂരം. ഈ 1 കിലോമീറ്ററിൽ ഏകദേശം ഒരു 300 മീറ്റർ മാത്രം കുറച്ച് മൺ റോഡും കല്ല് പതിച്ച റോഡും ഉണ്ട്. ബാക്കി എല്ലാം ടാർ റോഡാണ് കേട്ടോ. നല്ല റോഡ് തന്നെയാണ്. എല്ലാവിധ വണ്ടികളും നമ്മുടെ പ്രോപ്പർട്ടിക്ക് എത്തിച്ചേരും. നമ്മുടെ ഇന്നത്തെ സ്ഥലത്ത് പറഞ്ഞാൽ ചെറിയൊരു, അതായത് മൊത്തം ഇതിൽ 1.25 ഏക്കർ സ്ഥലമാണുള്ളത്. അതിൽ ചെറിയൊരു വീടുണ്ട്. വീട് കാര്യമായിട്ട് പറയാനൊന്നുമില്ല, അറിയാലോ, ഓട് വീടാണ്. നമ്മൾ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വീടിനാരും വില കാണില്ല. എന്നാലും ചെറിയൊരു വീട്. അതുകൂടാതെ നമുക്കൊരു 280 റബ്ബർ മരം ഉണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത. അത്യാവശ്യം വരുമാനമുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയാം. 280 റബ്ബർ മരം, 5-6 കൊല്ലം വെട്ടായി 280 റബ്ബർ മരം ഉണ്ട്. പിന്നെ ഒരു 5-8 തെങ്ങുകളുണ്ട്. പിന്നെ ഒരു 4 പ്ലാവ്, 2 മാവ്, പിന്നെ വാഴ, മറ്റുള്ള അല്ലറ ചില്ലറ സംഭവങ്ങൾ, പപ്പായ, അങ്ങനെ ചെറുകിട സംഭവങ്ങളില്ലേ, പറയാൻ മാത്രമുള്ളൊന്നുമില്ല. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളും നമ്മുടെ ഇതിലുണ്ടെന്ന് പറയാം. ഓക്കെ, മൊത്തം പറമ്പ് കാറ്റഗറിയാണ്. ഈ 1.25 ഏക്കറയും പറമ്പ് കാറ്റഗറി പെട്ടതാണ്. ഓക്കെ, പിന്നെ ഇതുകൂടാതെ അടിപൊളി ഒരു കിണർ നമുക്കുണ്ട് കേട്ടോ. നല്ല മനോഹരമായ നല്ലൊരു കിണറുണ്ട്. അപ്പോൾ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇനി അതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞാൽ ഇത് പാലക്കാട് ജില്ലയാണ്, ഒറ്റപ്പാലം താലൂക്കാണ്. പിന്നെ കോങ്ങാട് ഗ്രാമപഞ്ചായത്തിലത് വീട് കേട്ടോ. കോങ്ങാട് ഗ്രാമപഞ്ചായത്തിലാണ് പറഞ്ഞത്. കോങ്ങാട് ചെറുപ്പശ്ശേരി റോഡിൽ നിന്നൊക്കെ വെറും 1 കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടികളുടെ ദൂരം. ഓക്കെ, അതിൽ ഏകദേശം ഒരു 600 മീറ്ററും ടാർ റോഡാണ്. ഒരു 400 മീറ്റർ മാത്രം കുറച്ച് കല്ല് പതിച്ച റോഡും മൺ റോഡായിട്ടുണ്ട്. എന്നാലും എല്ലാ വണ്ടികളും വരും. ഇതാ റബ്ബർ തോട്ടം നോക്കിക്കോ, നല്ല 105 ഇനത്തിൽപ്പെട്ട നല്ല റബ്ബർ മരങ്ങളാട്ടോ. വെറും 4-5 കൊല്ലത്തെ വെട്ട് മാത്രമേ ആയിട്ടുള്ളൂ. നല്ല റബ്ബറിൻ്റേതായ തട്ട് അടിച്ച നല്ല തോട്ടം തന്നെ പറയാം. ഇപ്പോൾ 280 റബ്ബർ പറയുമ്പോൾ അറിയാമല്ലോ, അത്യാവശ്യം വീട്ട് വരുമാനം കാര്യങ്ങൾ നടന്നു പോകും. നമുക്ക് ഈ ഓട് വീട് മാറ്റിയിട്ട് വേണമെങ്കിൽ ചെറിയ വാർപ്പ് വീട് വെച്ചാലും നമുക്ക് എന്ത് ചെയ്യുക, ജീവിച്ചു പോകാൻ പറ്റും. പിന്നെ ചക്ക, മാങ്ങ, തേങ്ങ എല്ലാ സംഭവങ്ങളുണ്ട്. വെള്ളം ഇഷ്ടം പോലെ, വണ്ടികളെല്ലാം വരും പറഞ്ഞു. ഓക്കെ, 1 കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂള്, പള്ളി, അമ്പലം, മദ്രസ എല്ലാ സൗകര്യങ്ങളുണ്ട് കേട്ടോ. ഏത് നാനാ വിഭാഗത്തിൽപ്പെട്ട മതസ്ഥർക്കും എന്ത് ചെയ്യുക, വന്ന് താമസിക്കാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ്. മൊത്തം റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ. ചുറ്റിനും വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ വിലയിലേക്ക് കിടക്കുക. ഇതിന് ചോദിക്കുന്ന വില പറഞ്ഞാൽ സെൻറ്റിന് 35,000 രൂപയാണ്. ഒരു സെൻറ്റിന് 35,000 രൂപ. മൊത്തം 1.25 ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പർട്ടി ഡയറക്റ്റ് വന്ന് കാണുക, നേരിട്ട് സംസാരിക്കുക, മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന് പേപ്പർ പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പേപ്പറൊക്കെ കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്യാഷ് കാര്യങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ എഗ്രിമെൻറ്റോ കാര്യങ്ങൾ ചെയ്ത് ചെയ്യാം. ഓക്കെ, ബൈ.